കണ്ണൂരിൽ കാറിന്റെ അടിയിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന MDMA-യുമായി യുവാക്കൾ പിടിയിൽ. 95 ഗ്രാം MDMA-യുമായി വളപട്ടണം സ്വദേശികളായ ഷമീം, നിസാർ എന്നിവരാണ് പിടിയിലായത്. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നിർത്താതെ പോയ കാർ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മുഹമ്മദ് സൈഫുൽ വിവരങ്ങൾ നൽകും. സൈഫുൽ, വിശദാംശങ്ങൾ. അനീഷ, വളരെ സാഹസികമായിട്ടാണ് ഈ സംഘത്തെ പോലീസ് പിടികൂടിയത്. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ ഇവരുടെ കാറിനെ കൈനീട്ടിയപ്പോൾ നിർത്താതെ പോയി. പിന്നീട് ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസും അതുപോലെ ഡാൻസ് ഓഫ് സംഘവും ഇരിട്ടി പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ ഇരിട്ടി SHOയുടെ നേതൃത്വത്തിൽ ഇരിട്ടി ടൗണിൽ വെച്ചാണ് ഈ കാറിനെ പിന്തുടർന്ന് പിടികൂടിയത്. കാറിലുള്ളവരോട് ചോദിച്ചപ്പോൾ കാറിന് ചെറിയ കംപ്ലൈന്റ് ആണ്, അതുകൊണ്ടാണ് നിർത്താതെ പോയതെന്ന് പറഞ്ഞു. പിന്നീട് ഇവരുടെ പശ്ചാത്തലം പരിശോധിച്ചപ്പോഴാണ് ഇരുവരുടെയും ക്രിമിനൽ പശ്ചാത്തലം പോലീസിന് മനസ്സിലായത്. ഈ ഷമീം എന്ന് പറയുന്നത് ചാണ്ടി ഷമീം എന്നാണ് വിളിപ്പേര്. ഇയാൾ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത കാറ് തീവച്ച് നശിപ്പിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. നിരവധി ക്രിമിനൽ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ലഹരിയും അതുപോലെ വധശ്രമം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്. അങ്ങനെ കാറിൽ ആദ്യം പരിശോധന നടത്തിയപ്പോൾ ലഹരി വസ്തുക്കളൊന്നും കിട്ടിയില്ല. പക്ഷേ ഇവർക്ക് ഈ ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് കാർ അടിമുടി പരിശോധിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ക്രെയിൻ ഉപയോഗിച്ച് ഈ കാറ് പൊക്കി വെച്ചു. അങ്ങനെ കാറിന്റെ അടിയിൽ പരിശോധിച്ചപ്പോഴാണ് MDMA പിടികൂടിയത്. 95 ഗ്രാം MDMA ആണ് ഇവരുടെ കാറിൽ നിന്നും കണ്ടെത്തിയത്. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് കടത്തി ചില്ലറ വിൽപ്പന നടത്താനായിരുന്നു ഇവരുടെ ശ്രമം. അതാണ് അതിനെത്തിച്ച MDMA ആണ് ഇരിട്ടി പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. അനീഷ.